ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഇന്നത്തെ ഒരു വിഭവം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബോളിയാണ്. ബോളി എന്ന് പറയുമ്പോൾ ഇതെന്താണെന്നറിയോ? ഇത് നമ്മുടെ ചെറുപയറാണ്. ചെറുപയർ വെച്ചിട്ട് എന്നാൽ ഒട്ടും തന്നെ മണവും രുചിയും കുറയാതെ എങ്ങനെ ബോളി ഉണ്ടാക്കാമെന്നാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ബോളി, നിങ്ങൾക്കും പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സാധാരണ നമ്മൾ പരിപ്പ് വെച്ചിട്ടാണ് ഉള്ളിലത്തെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. ആ പരിപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോളി തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇതെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു 1/2 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് വേവിച്ചതിന് ശേഷം അത് എന്താ പറയുക, നമ്മുടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കായും ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുത്തു, ബാറ്റർ പോലെ. അത് നമ്മുടെ പാനിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി വറ്റിച്ചിട്ട് ഈ ഒരു പാകത്തിൽ, ആ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പാകത്തിൽ തീ ഓഫ് ചെയ്തു. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള ബോളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 1 കപ്പ് ഇല്ല, ഒരു 1/4 കപ്പ് മൈദ. അതിലേക്ക് ഒരു പിഞ്ച് നമ്മുടെ ടെർമറിക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ പോവാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ ബോളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ് ഡോ ആയിട്ട് കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, അത് ഉരുട്ടണ രൂപം ആവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൽഡയോ നെയ്യോ എന്തെങ്കിലും ചേർക്കണം. അത് ഞാൻ കുഴയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു സോഫ്റ്റ് ഡോ ആയിട്ടാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഇനി ഞാൻ ഇത് ചുട്ടെടുക്കുമ്പോൾ മാത്രമേ നെയ്യ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് നെയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതൊരു പ്രത്യേക രുചിയാണ്. സാധാരണ നമ്മൾ പരിപ്പ് കൊണ്ടല്ലേ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്, പക്ഷെ അതേ രുചി തന്നെയുണ്ട്. ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ കളറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ കുഴച്ചു. അപ്പോൾ അത് മഞ്ഞപ്പൊടിയുടെയാണ് ഈ ഒരു കളറ്. പിന്നെ ബോളിയിൽ നമ്മൾ ആ ഒരു കളർ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനിപ്പോൾ അത് സ്റ്റിക്കി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഡാൽഡ ഇച്ചിരി ചേർക്കുവാണേ. കണ്ടോ, അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒത്തൂല. ഇനി ഇത് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാ ഇങ്ങനെ അമർത്തി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ നന്നായി കുഴയ്ക്കുവാണേ കൈ കൊണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ കുഴയ്ക്കുക. അപ്പോൾ ബേസിക്കലി ഇതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിലോട്ടൊക്കെ ആവശ്യത്തിന് ഡാൽഡയോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് നിങ്ങളിങ്ങനെ വലിച്ച് ഇലാസ്റ്റിസിറ്റി ഉണ്ടാക്കി വെക്കുക. പിന്നെ പല പേരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇതിനി നല്ലെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒക്കെ ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് അതിങ്ങനെ മുക്കി വെക്കുന്ന, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഡോവിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ഈ ഡോവിനെ എണ്ണ കുടിപ്പിക്കുക പറയും. അത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തുകൊള്ള, നോ പ്രോബ്ലം. അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഡാൽഡ എടുത്തിട്ട് ഞാൻ ഇതുമ്മേ തേച്ച് വെച്ചിട്ട്, അപ്പോൾ 20 മിനിറ്റ് ഞാനിത് മൂടി വെക്കാൻ പോവാണ്. ഈ ഡാൽഡ ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുവാണേ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. മീൻ വയൽ നമ്മുടെ ചെറുപയർ ഞാൻ ഉരുട്ടി ഇങ്ങനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോ കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഉരുട്ടാം. എന്നിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇതിൽ ഈ ഒരു ഉരുള വെച്ചിട്ട് ഇങ്ങനെ ദേ വലിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. അപ്പോൾ ബാക്കി ഇരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൈദ കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് അതൊന്ന് പരത്തി നമ്മുടെ ഫില്ലിംഗ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുള്ളതാണ് ഈ ബോൾസ്. ഇനി നമുക്കിത് നല്ല മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനിത് എന്തിനാണ് ബാക്കി വെച്ചിട്ടുള്ളതെന്ന് അല്ലേ. ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്നാക്ക് കാണിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിലല്ല, നെക്സ്റ്റ് എപ്പിസോഡിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ബാക്കി വന്നിട്ടുള്ള ചെറുപയർ പുഴുങ്ങി അതുമാതിരി ഏലക്കായും പഞ്ചസാര ഇട്ട് ആ വരട്ടിയെടുത്തത് കളയരുത്. ഇത് വെച്ചിട്ട് ഒരു പുതിയ സ്നാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇത് പരത്തിയെടുക്കാം. അപ്പം ബോളി പരത്തുമ്പോൾ സൂക്ഷിച്ച് പരത്തുക. എഡ്ജ് പൊട്ടാൻ പാടില്ല, അറിയാം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലോണം പൊടി ഇട്ടിട്ടുണ്ട്. പതുക്കെ പരത്തിയെടുക്കുക. ഇത് നല്ല എക്സ്പേർട്സിനൊക്കെ നന്നായിട്ട് പരത്താൻ പറ്റും. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പതുക്കെ പരത്തണു. നന്നായിട്ട് പൊടി ഇടുക.
കണ്ടോ ഒരു ലൈറ്റ് പച്ച കളറ് കാണുന്നേ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ഈ ബോളി പരത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് പതുക്കെ പരത്തട്ടെ, എന്നിട്ട് ഫിനിഷായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു ബോളി ഞാൻ കഷ്ടപ്പെട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈം എടുത്ത് പരത്തിക്കോളൂ. അപ്പം നിങ്ങൾ എക്സ്പേർട്സ് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യുക. പക്ഷേ എഡ്ജ് പൊട്ടാൻ പാടില്ല. കണ്ടോ എൻ്റെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. നമ്മുടെ എഡ്ജ് പൊട്ടി വരുന്നില്ല. അപ്പം ഇത് ഒരെണ്ണമായി. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഇതുമാതിരി പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോളി ചൂടാനായിട്ട് പരത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈ പാൻ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. കണ്ടോ എല്ലാം ഭംഗിയിൽ പരത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത് മീഡിയം ഹൈയിലാണേ. ഇതൊന്ന് ബബിൾസ് വന്ന് തുടങ്ങി തിരിച്ചിട്ടിട്ട് നമുക്ക് നെയ്യിടാം കേട്ടോ. കണ്ടോ ഇപ്പം ഇങ്ങനെ കുറേശ്ശെ ബബിൾസ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിടാം. ഓക്കെ, ഈ സമയത്ത് ഇച്ചിരി നെയ്യ്, അധികം വേണ്ട. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാൻ അധികം ചേർക്കണില്ല. അപ്പം ഓരോ സൈഡ് ആവുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറേ ഇതിൽ വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിലൊരു ഇച്ചിരി നെയ്യ് തടവാം. കണ്ടോ ലൈറ്റ് ബ്രൗൺ കളറായി. ഇത് ഇടുമ്പോൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ എത്ര എളുപ്പത്തിലാണ് നമ്മുടെ ബോളിയൊക്കെ ചുട്ടെടുത്തതെന്നുള്ളത്. അതും ചെറുപയർ വെച്ചിട്ട് എത്ര രുചിയാണെന്നോ. നിങ്ങളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമുക്കൊരു ബോളി ഒന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. കണ്ടോ എത്ര തിന്നാണെന്ന്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ ഈവൻലി കോട്ടഡ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പരത്തുക, ഒരു ധൃതിയുമില്ല. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഉണ്ടാക്കുന്ന ടൈമിൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത തവണ എന്തെങ്കിലും കറിക്ക് വേണ്ടിയിട്ട് ചെറുപയർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ മാറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം എല്ലാവരും പരീക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ ബൈ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്